എന്താ നാണമില്ലാതെ പെണ്ണുങ്ങളെയൊക്കെ നോക്കുന്നത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ തോട്ടത്തിൽ കയറിയത്? ഈ എസ്റ്റേറ്റ് നിങ്ങളുടെ വകയാണ്? അതെ, ഞങ്ങളുടെ വകയാ. ഓഹോ, ഞാൻ കേട്ടിട്ടുള്ളത് വിനോദ് മുതലാളി ഒരാളുടെ വകയാണെന്നാണ്. ആ, പേരിന് അയാളുടേതാണെന്നേ ഉള്ളൂ. പക്ഷെ പാടുപെട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളാണ്. ഓഹോ, അങ്ങനെയാണോ? പിന്നെ അല്ലാതെ അയാൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല. അതൊരു മണ്ടൻ. മണ്ടനും? അതെ, മണ്ടൻ തന്നെയാ. അല്ലെങ്കിൽ ഇത്രയും സുന്ദരമായ എസ്റ്റേറ്റും വിട്ടേച്ച് അയാൾ തട്ടികുത്തി പണം എണ്ണിക്കൊണ്ടിരിക്കുവോ? അതെ അതെ, ഈ എസ്റ്റേറ്റ് വളരെ സുന്ദരമാണ്. ഇവിടുത്തെ ആളുകൾ. മതി മതി, വേഗം സ്ഥലം കളിയാക്കട്ടെ. മുതലാളിയമ്മേ, ക്ഷമിക്കണം, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണാവോ അവിടുത്തെ പേര്? പറയാൻ മനസ്സില്ല. എടി മീനെ, എന്താ നീ വല്ലവരോടൊക്കെ വഴക്കൂടുന്നത്? വീട്ടിൽ പോ. മീന സാറേ, ശരീരം കേടുവരുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാണ് നല്ലത്. ഐ എം സോറി. നടക്ക. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ നിരപരാധിയാണ് സർ. അതൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് തീരുമാനിച്ചോളാം. നിങ്ങൾ എന്താ ഈ നോയിക്കൊണ്ട് നിൽക്കുന്നത്? കൊണ്ട് പോണം. മേസ്ത്രി അത് നല്ലവണ്ണം അറിയാം. അദ്ദേഹം മോഷ്ടിയെ കേട്ട് കഴിഞ്ഞ പോലുമില്ല. നടക്കണോ? എന്റെ അച്ഛനെ തൊട്ടുപോരുത്. തടി മോഷിക്കണ്ട, വെറുതെയല്ല. നിങ്ങളാണ് അറസ്റ്റ് ചെയ്തത്. നിങ്ങളാണ് തടി മോഷിച്ചത്, കള്ളൻ. എന്തു പറഞ്ഞടി? അതെ, നിങ്ങൾ തടി കിടക്കുന്നത് എന്റെ അച്ഛൻ കണ്ടുപിടിച്ചു. അത് പുറത്തായിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ കള്ളൻ മാത്രമല്ല, നീതിനാണ്. എന്റെ അച്ഛനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ശങ്കർ, എന്താ ഇവിടെ ബഹളം? ഇയാൾ നിങ്ങളോടല്ല ചോദിച്ചത്. ഇയാൾ തടി മോഷിച്ചു. തെളിവുണ്ടോ? മിസ്റ്റർ ശങ്കറിന്റെ പരാതി അനുസരിച്ചാണ്. ഇതെന്റെ എസ്റ്റേറ്റാണ്, എനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ പരാതി അനുസരിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു. സോറി സർ. നിങ്ങൾ രണ്ടുപേരും എന്നെ ഓഫീസിൽ വന്ന് കാണണം. എന്റെ മുതലാളി, ഞാൻ നിരപരാധിയാണ്. അതെനിക്കറിയാം. ഇവിടെ പല അഴിമതികളും നടക്കുന്നുണ്ട്. അതെന്റെ കുറ്റമാണ്. മേലിൽ ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്കെല്ലാം പോവാം. മകളാണല്ലേ? അതെ. മേസ്തിരി നാളെ അങ്ങോട്ടൊന്ന് വരണം. വരട്ടെ. ആരോഗ്യം തിരിച്ചു കിട്ടി, വാനമ്പാടിയുടെ ഓർമ്മ വന്നു, അതോടെ സംഗീതവും തുടങ്ങി. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അത് കള കണ്ടാ എനിക്ക് മനസ്സിലാവില്ലേ? ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ചേട്ടന് അതെങ്ങനെ മനസ്സിലാവും? ഇന്നലെ വരെ മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഓ, അപ്പോൾ ചേട്ടനും? അതെ രാജു, ഞാനും ഒരു വാനമ്പാടിയെ കണ്ടെത്തി. നിന്റെ വാനമ്പാടിയെ പോലെയല്ല, ഊരും പേരും ഒക്കെ ഉണ്ട്. അതെ, ആരാണ് ഈ ഭാഗ്യവതി? എസ്റ്റേറ്റിലെ മേസ്ത്രിയുടെ മകൾ മീന. മേസ്ത്രിയുടെ മകളോ? എന്താ, ഒരു മേസ്ത്രിയുടെ മകൾക്ക് എന്റെ ഭാര്യയാകാൻ പാടില്ലേ? അവളൊരു പെണ്ണല്ലേ? അയ്യോ, അതല്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ മീന, അവളെന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു. എങ്കിൽ വിവാഹം ഉടനെ നടത്തണം. എനിക്കാരുമില്ല രാജു, നീയും അമ്മയും മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തും. ഇന്ന് ഗോപാലമേസ്ത്രി വരും. നീ അയാളുമായി സംസാരിക്കുന്നു. ശരി ചേട്ടാ. ബൈ ദ ബൈ, യു ആർ ഓൾ റൈറ്റ് നൗ. അടുത്ത മാസം കൽക്കട്ടയിൽ നടക്കുന്ന ടൂർണമെന്റിന് തീർച്ചയായും നിനക്ക് പോകാമെന്ന് തോന്നുന്നു. ഞാൻ ടൂർണമെന്റിൽ വിജയിക്കുമെങ്കിൽ അത് ചേട്ടന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. എസ്റ്റേറ്റിലെ ഗോപാലമേശ്വരി താഴെ വന്ന് നിൽക്കുന്നു. നീ പോയി അയാളോടൊന്ന് സംസാരിക്കും. ഞാൻ ഉടനെ വരാം. നമസ്കാരം. നമസ്കാരം. മേശിരിക്കണം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇങ്ങോട്ട് വരണമെന്ന് മുതലാളി പറഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മേശ്വരിയെ വിളിപ്പിച്ചത്. മേശ്വരിക്ക് ഒരു പക്ഷേ അത്ഭുതമായി തോന്നിയേക്കാം. വിനോദ് ഏട്ടൻ മേശ്വരിയുടെ മകൾ മീനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
മുതലാളി എന്റെ മരുമകനും. വേണ്ട കുഞ്ഞ്, ഞങ്ങൾ പാവങ്ങളാ. വേണം മേശ്രി. നിങ്ങൾ ഇതിനെ സമ്മതിച്ചാൽ വിനോദ് ചേട്ടന് ഒരു പുതിയ ജീവിതം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? അയ്യോ, എന്നാലും അത് ശരിയാണോ? സംശയിക്കേണ്ട, അതാണ് ശരി. അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഗോപാലമേശ്വരി, മകൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി. അയ്യോ മുതലാളി, ഇതെന്ത് വർത്തമാനമാണ്? മുതലാളിയുടെ ഉപ്പും ചോറും നിന്നുന്നവരല്ലേ ഞങ്ങൾ. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. അതല്ല, ഞാൻ മുതലാളിയാണെന്ന് വിചാരിച്ച് സമ്മതിക്കേണ്ടതാണ് പറഞ്ഞത്. ഓ, എന്റെ മോളെ എനിക്കറിയാം. മുതലാളി എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. എന്റെ ഗുരുവായൂരപ്പ, ഞാനിത് പോയി അവളോട് പറഞ്ഞിട്ട് വരട്ടെ. ഓ എന്റെ ദൈവമേ, ഞാൻ പോയി. നല്ല മനുഷ്യൻ. വളരെ നന്നായി മേശ്രി. മേശ്രിയുടെ കഷ്ടകാലമല്ല ഇതോടെ തീരും. ആ, ദൈവമല്ലേ. ഏതായാലും അവരെല്ലാം അടുത്ത ആഴ്ച വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് കാണാൻ. നീ എവിടെയായിരുന്നു? ഇരിക്കെ. കൽക്കട്ടയിലെ ടൂർണമെന്റിന് നാളെ തന്നെ പുറപ്പെടണമെന്ന് കത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ക്യാൻസൽ ചെയ്യാൻ പോകുന്നു? പിന്നല്ലാതെ. ചേട്ടന്റെ പെണ്ണ് കാണലിൽ ഞാനില്ലാതെയോ? അതത്ര കാര്യമാക്കണ്ട, ഞാനും അമ്മയും പോയി കണ്ടോളാം. കൽക്കട്ട പ്രോഗ്രാം മുടക്കരുത്. ആ ടൂർണമെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ്, നീ മിസ് ചെയ്യരുത്. ശരി, പോകാം. പക്ഷെ ഞാനില്ലാതെ കല്യാണവും നടത്തി കളയരുത്. നീ ഇല്ലാതെ ഒരു കല്യാണമോ? മണ്ട ശിരോമണി, നീ വന്നാലുടൻ രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ. ഓക്കെ? എടീ, ഇന്ന് നീ ഞാൻ ഇവിടെ കഴിയുന്നത് മുതലാളിയുടെ കാര്യം കൊണ്ട് മാത്രമാണ്. എനിക്കറിയാം, മുതലാളി നല്ല മനുഷ്യനാണ്, വലിയ മനുഷ്യനാണ്. പക്ഷേ എന്തു പക്ഷേ? ഞാൻ എങ്ങനെ പറയും? നീ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അയ്യോ അച്ഛാ, എടീ, ഇതിൽ പോലെ ഒരു ഭാഗ്യം നിനക്ക് സ്വപ്നം കാണാൻ ഒക്കുമോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എന്നെ നിർബന്ധിക്കരുത് അച്ഛാ. ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചു പോയി. അച്ഛൻ എന്ത് പറ്റി? സുഖമില്ലേ? ഞാൻ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വരട്ടെ. എന്തിന്? എന്നെ ചികിത്സിക്കാനോ? എനിക്ക് വൈദ്യരും വേണ്ട, ഒന്നും വേണ്ട. എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ മോളെ. അയ്യോ, അങ്ങനെ പറയരുത് അച്ഛാ. എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. 4 പേരുടെ മുഖത്ത് നോക്കാനാവാതെ നാണം കെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല മോളെ. അച്ഛന്റെ ഇഷ്ടം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. എന്റെ മോളെ, മോളെ വരും മോളെ.